ഒരു കോംപ്ലിക്കേഷൻ ആണിത്. ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ഏത് രീതിയിൽ ഇത് വർക്കബിൾ ആക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളമാണ്. പല പല ബാങ്കുകളിൽ നിന്ന് പല പല ഇൻട്രസ്റ്റ് നിരക്കിൽ പല പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണെന്നുള്ളത് പല കസ്റ്റമേഴ്സിനും അറിയില്ല. ഭൂരിഭാഗം കസ്റ്റമേഴ്സിനും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അറിയില്ല എന്നുള്ള സത്യം. ഞാൻ അജീഷ് നാരായണൻ. റിയൽറ്റിയുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു പ്രോപ്പർട്ടി ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കൊരു ലോൺ അവൈൽ ചെയ്യലും, രണ്ട്, ലീഗൽ കറക്റ്റ് ചെയ്യലും. ഈ രണ്ട് പരിപാടികളും നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വീഡിയോയിൽ നമ്മൾ പറയുന്നത്. റിയൽറ്റിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ, ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി കൺഫേംഡ് ആവും, പക്ഷെ ലോൺ എടുക്കാനായിട്ട് എവിടെ നിന്ന് ലോൺ എടുക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല. നോർമലി ആര് വന്നു കഴിഞ്ഞാലും അവരുടെ സ്വന്തം ഒരു ഹോം ബ്രാഞ്ച് ഉണ്ടാവും, അവിടെ ആയിരിക്കും പോകുക. അതിപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെ ആദ്യം ചെയ്യുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളെ പരിചയപ്പെട്ടേ പിന്നെയാണ്, നമ്മൾ ആ ലാസ്റ്റ് കുറച്ച് കേസിൽ ചെയ്ത പിന്നെ എനിക്ക് മനസ്സിലായത്, പല പല ബ്രാഞ്ചുകളിൽ നിന്ന് അല്ലെങ്കിൽ പല പല ബാങ്കുകളിൽ നിന്ന് നമുക്ക് ഓരോ പ്രൊഡക്റ്റും ഡിഫറെൻ്റ് ആയിട്ട്, ഹോം ലോണിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടെന്നുള്ളത്. പല പല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് ലാൻഡ് പർച്ചേസ് പ്ലസ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വേറെയാണ്, ലാൻഡ് മാത്രമാണെങ്കിൽ വേറെയാണ്, അതിൻ്റെ ഫണ്ടിങ്ങിന് വ്യത്യാസമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വിജിത് ഭായി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടും നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് ചെയ്ത കേസിൽ വന്നുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളായതിട്ട് കൂടിയിട്ട് എനിക്ക് എൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഒരു പ്രോപ്പർ ഐഡിയ കിട്ടി. അതാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു വീഡിയോ ചെയ്യണം, കാരണം ഇതറിയാൻ പാടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വളരെ നന്നായി. കാരണം ഇത് ഞാനും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരാദ്യം അവരുടെ ബാങ്കിനെ കുറിച്ച്, അവരുടെ ബാങ്ക് മാനേജർ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ പല പല ബാങ്കുകളിൽ നിന്ന് പല പല ഇൻട്രസ്റ്റ് നിരക്കിൽ പല പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണെന്നുള്ളത് പല കസ്റ്റമേഴ്സിനും അറിയില്ല. ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻകം എലിജിബിലിറ്റി അനുസരിച്ചിട്ട് അവർ വാങ്ങാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ വെച്ചിട്ടൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റ് തയ്യാറാക്കും, അല്ലെങ്കിൽ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു EMI കുറിച്ച് പഠിക്കും. അതനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഏത് ബാങ്കിൽ നമുക്ക് ലോൺ എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് തിയറി നമുക്കും അറിയാം. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ആളുടെ 40% നമുക്ക് തിരിച്ചടവ് വരേണ്ടത് എന്നുള്ളൊരു ബേസിക് സംഭവം നമുക്കും അറിയാം. പക്ഷെ ഇതിൻ്റെ അകത്ത് ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഇവരുടെ എലിജിബിലിറ്റി കാൽക്കുലേഷൻസും പിന്നെ ഈ ലാൻഡ് പർച്ചേസ് പ്ലസ് കൺസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു കോംപ്ലിക്കേഷനാണിത്. ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ഏത് രീതിയിൽ ഇത് വർക്കബിൾ ആക്കും, പ്രത്യേകിച്ച് നമ്മുടെ കേരളമാണ്. അതെ അതെ അതെ. ഇപ്പോൾ പല ബാങ്കുകളും ഈ ലിവിങ് കോസ്റ്റ് കണക്കൂട്ടുന്നത് പല രീതിയിലാണ്. 50,000 രൂപയ്ക്ക് താഴെ ഉള്ള വരുമാനമുള്ളവർക്കാണ് ഈ 40% എന്നുള്ള ബേസിക് കണക്ക് വരുന്നത്. പക്ഷേ വരുമാനം കൂടുന്നതനുസരിച്ച് ആളുകളെ ലിവിങ് കോസ്റ്റ്, കാരണം ആൾ ഉപയോഗിക്കുന്ന വണ്ടി അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ചിലവുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് ബാങ്കുകൾ അതിൻ്റെ ലിവിങ് കോസ്റ്റ് കണക്കൂട്ടുന്നത് വ്യത്യസ്തമായിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും IT അടയ്ക്കുന്നവരല്ല, എല്ലാവരും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് സാലറി മേടിക്കുന്നവരല്ല, എല്ലാവർക്കും ബാങ്ക് ത്രൂ സാലറി ആവണമെന്നില്ല, ഈവൻ NRIസും കൂടി ഇട്ടോ. ഇപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ഹോം ലോൺ കൊടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ ബാങ്ക്സ് ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? ഹോം ലോൺ കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബാങ്കുകളിലെ ചില പ്രൊഡക്റ്റുകൾ വെച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ വീടുകൾ കൊമേഴ്ഷ്യൽ സ്പേസിക്ക് റെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ഈ പറയുന്ന അവരുടെ റെൻറ്റ് ബാങ്കിലാണ് വരുന്നതെങ്കിൽ അവർക്ക് നമുക്ക് ഹോം ലോൺ ചെയ്യാൻ പറ്റും. ഓ ശരി. അതുപോലെ തന്നെ ചില ആളുകൾ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കും. കാരണം അവരുടെ അക്കൗണ്ടിൽ ആയിരിക്കില്ല പൈസ വരുന്നത്, അല്ലെങ്കിൽ അവർ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കില്ല. പക്ഷെ അത്യാവശ്യം ഒരു ചെറിയൊരു വീട് മേടിക്കാനായിട്ട് ലോൺ എടുത്തിട്ടുണ്ടാവും. അത് നല്ല പലിശയിൽ പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നായിരിക്കും ലോൺ എടുത്തിട്ടുണ്ടാവുക. മനസ്സിലായി. പക്ഷേ ഇപ്പോൾ നമ്മുടെ പല കസ്റ്റമേഴ്സും ബാങ്ക് കാണാത്ത കസ്റ്റമേഴ്സുണ്ട്. അത്ഭുതമായിരിക്കും. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ന്യൂ ജനറേഷൻ ബാങ്കുകൾ വന്നപ്പോൾ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ്സ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്നത്. മനസ്സിലായി. പക്ഷേ എങ്കിലും അവർ ചില സമയത്ത് ഒപ്പിടാനോ അല്ലെങ്കിൽ സാങ്ഷൻ ആകുമ്പോഴൊക്കെ ബാങ്കിൽ പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാഷണലൈസ്ഡ് ബാങ്ക് അവർക്ക് ബാങ്കിലേക്ക് കസ്റ്റമേഴ്സിനെ വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അവരുടെ ആപ്ലിക്കേഷൻ സർവീസ് കൊടുക്കുന്നുള്ളൂ. അതാണ് ഒന്ന്, നമ്മുടെ സർവീസ് നമ്മൾ അവരെ അടുത്ത് പോയി ഡോക്യുമെൻറ്റ്സ് വാങ്ങും, ഇല്ലെങ്കിൽ എല്ലാം മെയിലിലോ അങ്ങനെയുള്ള രീതിയിലോ വാങ്ങും. അതുപോലെ അവരുടെ ആപ്ലിക്കേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്ത ശേഷം അവർ വീട്ടിൽ പോയി ഒപ്പിടിക്കും. ബാങ്ക് തയ്യാറാണ്, അവരുടെ മാനേജേഴ്സ് തയ്യാറാണ്.
അത് അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ അക്കൗണ്ട് ഓൺലൈൻ റെഡിയാക്കാൻ പറ്റും. റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EMI അടയ്ക്കാനോ ഇൻട്രസ്റ്റ് അറിയാനോ ഒക്കെ ബാങ്കിൻ്റെ നല്ല അടിപൊളി ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ എല്ലാ ബാങ്കിൻ്റെ. അതിൽ തന്നെ ചെയ്യാം, EMI അടയ്ക്കാം, ചെക്ക് ചെയ്യാം, നമുക്ക് വെരിഫൈ ചെയ്യാം, എല്ലാം ചെയ്യാം. ശരിക്കും അത്ഭുതമാണ്. ശരിക്കും ഒരു ഹോം ലോൺ ബാങ്കിൽ പോകാണ്ട് ഒരു ഹോം ലോൺ ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് അത്ഭുതമാണ്. പക്ഷേ അത് ഇപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ അതറിയാം. നമുക്ക് വീണ്ടും വീണ്ടും കസ്റ്റമർ വരാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഇവർ പറഞ്ഞറിഞ്ഞിട്ട് ആളുകൾ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം കസ്റ്റമേഴ്സിനും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അറിയില്ല എന്നുള്ള സത്യം.